നമ്മുടെയൊക്കെ ഭൂതകാലം പടുത്തുയർത്താൻ സഹായിച്ച ഒരു ലോഹം നമ്മുടെ ഭാവിക്കൊരു ഭീഷണിയാവുകയാണെന്ന് കേട്ടാൽ എങ്ങനെയിരിക്കും? വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? പക്ഷെ സംഭവം സത്യമാണ്. ഞാൻ സംസാരിക്കുന്നത് ചെമ്പിനെക്കുറിച്ചാണ്. നമുക്ക് ഒരുമിച്ച് ഈ വിഷയത്തിലേക്ക് ഒന്നാഴ്ന്നിറങ്ങാം. എന്താ കൺഫ്യൂഷനായോ? 10,000 വർഷം പഴക്കമുള്ള ഒരു ലോക്കറ്റും പുത്തൻ ടെക്നോളജിയായ ഇലക്ട്രിക് കാറും തമ്മിൽ എന്ത് ബന്ധം, അല്ലേ? എന്നാൽ ഉത്തരം ഒന്നേയുള്ളൂ: ചെമ്പ്. അതെ, ഈ പുരാതന ലോഹമാണ് ഇന്ന് നമ്മുടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലുള്ളത്. അപ്പോ എന്താണ് ഈ കോപ്പർ ക്രഞ്ച്? സിമ്പിളായി പറഞ്ഞാല്, ലോകം മൊത്തം ഇപ്പോൾ ഗ്രീൻ എനർജിയുടെയും ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഒക്കെ പുറകെയാണ്. ഈ മാറ്റങ്ങൾക്കെല്ലാം അടിസ്ഥാനമായി വേണ്ട ഒരു സാധനമാണ് ചെമ്പ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യത്തിനുള്ള ചെമ്പ് കിട്ടാനില്ല. ആ ഒരു കടുത്ത ക്ഷാമത്തെയാണ് നമ്മൾ കോപ്പർ ക്രഞ്ച് എന്ന് പറയുന്നത്. ശരി, നമുക്കിതിന്റെ തുടക്കം മുതലേ നോക്കാം. ഈ ലോഹം എങ്ങനെയാണ് മനുഷ്യന്റെ ചരിത്രത്തിലെ തന്നെ ഒരു ഗെയിം ചേഞ്ചർ ആയതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആയിരക്കണക്കിന് വർഷം പുറകോട്ട് പോകണം. മനുഷ്യൻ ശിലായുഗത്തിൽ കല്ലുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി നടന്ന കാലം ഓർത്തു നോക്കൂ. അതിൽ നിന്നുള്ള ഒരു വമ്പൻ കുതിച്ചുചാട്ടമായിരുന്നു ചെമ്പിന്റെ കണ്ടുപിടുത്തം. ആദ്യമായി ഒരു ലോഹം ഉരുക്കി ആയുധങ്ങളും പാത്രങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് ചെമ്പിൽ നിന്നാണ്. അതായത്, ലോഹശാസ്ത്രം എന്ന വലിയൊരു ലോകത്തേക്ക് മനുഷ്യൻ ആദ്യമായി കാലെടുത്തു വെക്കുന്നത് ചെമ്പിലൂടെയാണ്. അന്ന് തുടങ്ങിയതാണ് ചെമ്പുമായുള്ള നമ്മുടെ ബന്ധം. ഓക്കെ, ചരിത്രം അവിടെ നിൽക്കട്ടെ. നമുക്ക് നേരെ ഇന്നത്തേക്ക് വരാം. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ലോഹം എങ്ങനെയാണ് നമ്മുടെ ഏറ്റവും പുതിയ ടെക്നോളജികളുടെ ജീവനാഡിയായി മാറിയതെന്ന് നോക്കാം. നിങ്ങൾ ഡോക്ടർ കോപ്പർ എന്ന് കേട്ടിട്ടുണ്ടോ? എക്കണോമിസ്റ്റുകൾ ചെമ്പിനെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണിത്. കാരണം ലോകത്തിന്റെ സാമ്പത്തിക ആരോഗ്യം എങ്ങനെയുണ്ടെന്നറിയാൻ ചെമ്പിന്റെ വില നോക്കിയാൽ മതി. വീട് പണിയുന്നത് മുതൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ വരെ ചെമ്പ് വേണ്ടാത്ത ഒരൊറ്റ മേഖല പോലുമില്ല. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. ഇനി ഇലക്ട്രിക് യുഗത്തിൽ ചെമ്പിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നോക്കാം. ഒരു സാധാരണ പെട്രോൾ കാറിൽ ഏകദേശം ഒരു 24 കിലോ ചെമ്പാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു ഇലക്ട്രിക് കാറിലോ ഏകദേശം 91 കിലോ, അതായത് ഏകദേശം 4 ഇരട്ടി കൂടുതൽ. ആ വ്യത്യാസം കണ്ടോ? ഭയങ്കരമല്ലേ? ഇത് വെറുമൊരു കണക്കല്ല. നമ്മൾ റോഡിൽ കാണുന്ന ഓരോ ഇലക്ട്രിക് കാറും ചെമ്പിന്റെ ആവശ്യകത ആകാശമുട്ടെ ഉയർത്തുകയാണ്. ഡിമാൻഡിലെ ഈ ഭയങ്കരമായ കുതിച്ചുചാട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല കേട്ടോ. ഇത് വെറും ഇലക്ട്രിക് കാറുകളുടെ മാത്രം കാര്യമല്ല. നമ്മുടെ ഭാവിയുടെ ടെക്നോളജികളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനു വേണ്ട ഡേറ്റാ സെന്ററുകൾ, സോളാർ ഫാമുകൾ, കാറ്റാടിപ്പാടങ്ങൾ, ഇതിനെല്ലാം ടൺ കണക്കിന് ചെമ്പ് വേണം. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഒരു ഗ്രീൻ ഡിജിറ്റൽ ഫ്യൂച്ചറിന്റെ താക്കോലിരിക്കുന്നത് ഈ ഒരൊറ്റ ലോഹത്തിന്റെ കയ്യിലാണ്. അപ്പോ ഒരു വശത്ത് ഡിമാൻഡ് ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നു. പക്ഷെ മറുവശത്തെന്താ പ്രശ്നം? നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെമ്പ് ഖനനം ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് കളി മാറുന്നത്. ഈ കണക്കുകളിലേക്കൊന്ന് നോക്കൂ. ആ വിടവ് വളരെ വ്യക്തമായി കാണാം. 2026 ആകുമ്പോഴേക്കും മാത്രം ലോകത്തിന് വേണ്ട ചെമ്പും നമുക്ക് കിട്ടുന്ന ചെമ്പും തമ്മിൽ ഏകദേശം 2 ദശലക്ഷം മെട്രിക് ടണ്ണിന്റെ കുറവുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇത് ചെറിയൊരു കണക്കല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കുറവ് വരുന്നത്? ഒന്നാമത്തെ കാരണം, പുതിയ ഖനികൾ തുറക്കുക എന്നത് ഒരുപാട് വർഷങ്ങളെടുക്കുന്ന ഭയങ്കര ചിലവുള്ള പരിപാടിയാണ്. രണ്ടാമത്, ഇപ്പോൾ കിട്ടുന്ന ചെമ്പിന്റെ അയിരിന് പഴയത്ര ഗുണനിലവാരമില്ല. പോരാത്തതിന് ഖനനമുണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ കാരണം പല രാജ്യങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചെമ്പിന്റെ ലഭ്യതയെ കാര്യമായി ബാധിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഭൂമിക്കടിയിൽ നിന്ന് ആവശ്യത്തിന് ചെമ്പ് കുഴിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എവിടുന്ന് കണ്ടെത്തും? വേറെ വല്ല വഴിയുമുണ്ടോ? ഉണ്ട്. ഇവിടെയാണ് അർബൻ മൈനിംഗ് എന്ന കിടിലൻ ഐഡിയ വരുന്നത്. സംഭവം സിമ്പിളാണ്. നമ്മുടെ നഗരങ്ങളിൽ നിന്ന് തന്നെ ഖനനം ചെയ്യുക. അതായത്, നമ്മുടെയൊക്കെ കയ്യിലുള്ള പഴയ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, കേബിളുകൾ, ഈ ഇലക്ട്രോണിക് മാലിന്യങ്ങളിൽ നിന്ന് ചെമ്പ് വേർതിരിച്ചെടുക്കുന്നതിനെയാണ് അർബൻ മൈനിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചെമ്പിന്റെ 1/3 ഇങ്ങനെ റീസൈക്കിൾ ചെയ്തെടുക്കുന്നതാണ്. ചെമ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? അതിനെ എത്ര തവണ വേണമെങ്കിലും അതിന്റെ ഒരു ക്വാളിറ്റിയും നഷ്ടപ്പെടാതെ റീസൈക്കിളും ചെയ്യാം. അതായത്, ചരിത്രത്തിൽ ഇതുവരെ ഖനനം ചെയ്തെടുത്ത ചെമ്പിന്റെ ഒരു വലിയ ഭാഗം ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട്. പഴയ ഉപകരണങ്ങളിലും കെട്ടിടങ്ങളിലുമൊക്കെയായിട്ട് ഒരു തരം നിധി പോലെ. അത് വീണ്ടും ഉപയോഗിക്കാമെന്ന് സാരം. അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ ഒരു ഹരിതഭാവിക്ക് വേണ്ടി ഇനിയും ഭൂമി കുഴിച്ച്
പ്രകൃതിയെ നശിപ്പിക്കുന്നതിനു പകരം നമ്മുടെയെല്ലാം ഭൂതകാലത്തിന്റെ ഭാഗമായ ഈ അർബൻ നിധികൾ ഉപയോഗിച്ച് നമുക്ക് ആ വിടവ് നികത്താൻ കഴിയുമോ? ഇതിന്റെ ഉത്തരം ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് കണ്ടെത്തേണ്ട ഒന്നാണ്.